തോട്ടുവ കാണക്കാരി റോഡിൽ മണ്ഡപംപടി ജംഗ്ഷൻ സമീപത്ത് അപകടവളവിൽ PWD ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചു. ആൾമറയില്ലാത്ത പാറമടക്കുളം സ്ഥിതി ചെയ്യുന്ന ഭാഗത്താണ് ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചത്. ഒരു മാസം മുമ്പ് ഈ പാറമടക്കുളത്തിൽ കാർ വീണ് സ്ലിവാപുരം സ്വദേശി ലിതീഷ് ജോസ് മരണമടഞ്ഞിരുന്നു. ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് പ്രദേശവാസികൾ അധികാരികളോട് ആവശ്യപ്പെടുകയും വലിയ പ്രതിഷേധമുയർത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് മോൻസ് ജോസഫ് MLA ഇടപെടലിൽ സർക്കാർ അനുവദിച്ച 5.35 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചത്. അതേസമയം ക്രാഷ് ബാരിയറുകളുടെ പില്ലറുകൾ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കണമെന്ന് പ്രദേശവാസിയായ സലിംകുമാർ ആവശ്യപ്പെട്ടു. നമ്മുടെ കളത്തൂർ ഭാഗത്ത് ഉണ്ടായ ഒരു അപകടമാണ്. പാറമടയിലേക്ക് വണ്ടി പോയ ഒരാൾ മരിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മൾ MLA പറഞ്ഞു, പിന്നെ കടുത്തുരുത്തി AXCയോട് പറഞ്ഞു. ഇങ്ങനെയുള്ളവരും എല്ലാവരും അറിയിച്ചതിന് ശേഷം അവർ വന്ന് കണ്ട് കേട്ടിട്ട് ക്രാഷ് ബാരിയർ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ക്രാഷ് ബാരിയർ മരിച്ചു കഴിഞ്ഞും 2 മാസത്തിനകമാണ് ക്രാഷ് ബാരിയർ ഒന്ന് റെഡിയായത് തന്നെ. അത് റെഡിയാക്കിയിരിക്കുന്നതും ഇതിന് സ്റ്റമ്പ് കുഴിച്ചിട്ടിരിക്കുന്നത് 1 മീറ്റർ താഴ്ചയും 1 അടി സ്ക്വയറിലുള്ള കുഴിയും കുഴിച്ചിട്ട് ഈ സ്റ്റമ്പ് അടിച്ചിറക്കിയിരിക്കുകയാണ്. അല്ലാതെ അത് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമല്ല ചെയ്തിരിക്കുന്നത്. അതുമായിട്ട് ഞങ്ങൾക്ക് നാട്ടുകാരായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് പ്രതിഷേധമുണ്ട്. അത് ഇതിൻ്റെ സൂപ്പർവൈസർ ഇവിടെ നിന്ന് ചെയ്യിക്കുമായിരുന്നു. സൂപ്പർവൈസറോട് ഞാൻ പറഞ്ഞു, ഇത് സ്റ്റമ്പ് അടിച്ചിരിക്കുന്നതിന് മുഴുവൻ കോൺക്രീറ്റ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ അയാൾ പറഞ്ഞു, എഞ്ചിനീയർ കോൺട്രാക്ടർ പറഞ്ഞു അത് അടിച്ചിറക്കിയാൽ മാത്രം മതി, മണ്ണ് വിട്ട് മൂടിക്കോളാൻ പറഞ്ഞു. അത് ഞങ്ങൾ നാട്ടുകാരായിട്ട് എല്ലാവർക്കും അതിന് പ്രതിഷേധമുണ്ട് ചെയ്തതിൽ. ഞാനിവിടെ നിന്ന് അത് ചെയ്യിപ്പിക്കുമായിരുന്നു. പണികൾ ഇവിടെ നിന്ന് ചെയ്തപ്പോഴാണ് അവരത് കാണിക്കുന്നത് എനിക്ക് മനസ്സിലായത്. അപകടവളവിൽ സുരക്ഷാ മുന്നറിയിപ്പ് ലൈറ്റുകളും ബോർഡുകളും സ്ഥാപിക്കണമെന്നും ആവശ്യം വരുന്നുണ്ട്.